ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞി വിവാദത്തിൽ കോടതിയെ സമീപിച്ച സംഘാടകർ ഗാലാഡി ഫോർട്ട് കൊച്ചിയാണ് വെളി ഗ്രൗണ്ടിൽ നിർമ്മിച്ച പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അൽ അമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു. അൽ അമീൻ, ഇനിയിപ്പോൾ ഈ തർക്കം എവിടെ വരെ എത്തി നിൽക്കും? ആ പാപ്പാഞ്ഞി ഗംഭീരമായിട്ട് അവിടെ നിൽക്കുന്നത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. കോടതി കയറുകയാണ് പാപ്പാഞ്ഞി, അല്ലേ? സുജി, ആഘോഷങ്ങൾക്ക് ചൂടുപിടിക്കുമ്പോൾ വിവാദങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് ചൂടുപിടിച്ച് മുന്നേറുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞി വിവാദം കോടതി കയറിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ സംഘാടകരായിട്ടുള്ള ഗാലാഡി ഫോർട്ട് കൊച്ചി സംഘാടകർ കോടതിയിലേക്ക് പോയി ഈ ന്യൂ ഇയർ രാത്രിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കണമെന്നൊരു ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവർ ഈ പാപ്പാഞ്ഞിയെ വെളി ഗ്രൗണ്ടിൽ നിർമ്മിച്ചെങ്കിലും മട്ടാഞ്ചേരി ACP ആ പാപ്പാഞ്ഞി അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയായിരുന്നു. അതിന് കാരണമായി പോലീസ് പറഞ്ഞത്, സാധാരണ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരേഡ് ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കാറുണ്ട്. ഇത്തവണയും അതുണ്ടാകും. സ്വാഭാവികമായും അവിടേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുമ്പോൾ അവിടെ സുരക്ഷ ഒരുക്കുന്നതിനും ഗതാഗത ക്രമീകരണത്തിനും വേണ്ടിയും ആയിരക്കണക്കിന് പോലീസിനെ വിന്യസിക്കേണ്ടതുണ്ട്. അതിന്റെ തൊട്ടടുത്തായി 2 കിലോമീറ്റർ പോലും ദൂരപരിധിയില്ലാതെ വെളി ഗ്രൗണ്ടിൽ മറ്റൊരു പാപ്പാഞ്ഞി കൂടി നിർമ്മിച്ചാൽ അവിടെയും വലിയ ആളുകളുടെ കുത്തൊഴുക്കുണ്ടാകും. അങ്ങനെ രണ്ടിടത്തും ഒരുപോലെ സുരക്ഷ ഒരുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പാപ്പാഞ്ഞിയെ ഒഴിവാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടത്. 24 മണിക്കൂറിനകം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 3-4 ദിവസം മുമ്പ് പോലീസ് നോട്ടീസ് നൽകിയത്. പക്ഷേ പോലീസിന്റെ നീക്കത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ തന്നെ ഗാലറി ഫോർട്ട് കൊച്ചി ആ പാപ്പാഞ്ഞിയെ ഉദ്ഘാടനം ചെയ്തു, ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇനി ന്യൂ ഇയർ രാത്രിയിൽ ഈ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയിലേക്ക് പോയിരിക്കുന്നത്. കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനമാണ്. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ ഗാലറി ഫോർട്ട് കൊച്ചി ഇത്തരത്തിലൊരു പാപ്പാഞ്ഞിയെ നിർമ്മിച്ചെങ്കിലും അവിടെയും പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അന്ന് പക്ഷേ ഈ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഇവർ തുനിഞ്ഞിരുന്നില്ല. അതിന് പകരം പോലീസിന്റെ കൂടി അനുമതിയോടുകൂടി ജനങ്ങൾക്ക് കാണാൻ വേണ്ടി അവിടെ ഒരുക്കുകയായിരുന്നു. അന്നും ആ രീതിയിൽ വിവാദമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു പാപ്പാഞ്ഞിക്ക് മോദിയുടെ മുഖച്ഛായ എന്ന രീതിയിലും കഴിഞ്ഞ കാലങ്ങളിൽ അത്തരത്തിൽ വിവാദങ്ങൾ പാപ്പാഞ്ഞി ചൊല്ലി ഉടലെടുത്തിരുന്നു. അതിന് പിന്നാലാണ് ഇത്തവണയും സമാനമായ രീതിയിൽ പാപ്പാഞ്ഞി വിവാദം കൊച്ചിയിൽ ആഘോഷങ്ങൾക്കിടയിൽ ചൂടുപിടിക്കുന്നത്. ഏതായാലും കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഏറെ പ്രധാനമായിരിക്കും. സുജയ. ഓക്കെ, അൽ അമീനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാപ്പാഞ്ഞി അങ്ങനെ കോടതി കയറുകയാണ്.